എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇന്ദ്രനെ മാളത്തിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് സേതുവും പല്ലവിയും നിരഞ്ജനാമാടോ ആൻ ടീച്ചറൊക്കെ ചേർന്ന് വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ കളവെഴുത്തും പാട്ടും നടക്കുന്നിടത്തേക്ക് പല്ലവി പോകുന്നുണ്ട്. ഈ സമയം സേതു ആൻ ടീച്ചറിനോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന പോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറയാണ്. കാരണം ഇന്ദ്രൻ വരുവാണെങ്കിൽ ആ സെക്കൻഡ് തനിക്ക് വിവരം തരണം. പല്ലവിക്ക് അത് കൊടുക്കാൻ കഴിയില്ല. കാരണം പല്ലവിയുടെ അടുത്ത് രാജലക്ഷ്മി ഒക്കെ കാണും, സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആന ടീച്ചർ അങ്ങോട്ടേക്ക് വരുവാണ്. നാഗത്തറയിലെ ആ സർപ്പക്കാവിലേക്ക് വരുവാണ്. ആ സമയത്ത് ആന ടീച്ചറിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പല്ലവി. അതാ എൻ്റെ ഫ്രണ്ട് ആന ടീച്ചർ, ഞാൻ ഒരു മിനിറ്റ് ഒന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ആന ടീച്ചറിന്റെ അടുത്തേക്ക് വരുവാണ് പല്ലവി. പല്ലവി എന്നാ ആന ടീച്ചറിന് ചോദിച്ചു, എങ്ങനെയായി കാര്യങ്ങൾ? അതെ, സേതുവേട്ടൻ പുറത്ത് നിൽക്കുന്നുണ്ടെന്ന് പറയണം. അപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ ചെവിയിൽ ഒരു ഇയർഫോൺ വെച്ചിട്ടുണ്ട്, എന്തേലും ഒരു ഇതുണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിച്ചേക്കാനാ പറഞ്ഞേക്കുന്നത്. അത് മാത്രല്ല, അതെ, എന്തേലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ ചിലപ്പോൾ അവൻ വേഷം മാറിയാണോ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എനിക്ക് പല്ലവി ഒരു ക്ലൂ തന്നാൽ മതി, ഞാൻ അപ്പൊ തന്നെ അത് സേതുവേട്ടനെ വിളിച്ചു പറഞ്ഞോളാന്ന് പറയണം. പല്ലവി പറഞ്ഞു, ശരിയാ, ഞാൻ എങ്ങനെയാലും ഒരു ക്ലൂ തന്നോളാം, എന്നെ തന്നെ ശ്രദ്ധിച്ചിരുന്നാൽ മതി. എവിടെയാലും ഇതിന്റെ ഇടയ്ക്ക് എവിടെയാലും ഞാൻ ഇന്ദ്രനെ കാണുവാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഒരു ക്ലൂ തന്നോളാന്ന് പറയണം. അങ്ങനെ പല്ലവി നേരെ രാജലക്ഷ്മിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ രാജലക്ഷ്മി ചോദിച്ചു, എന്താ ടീച്ചറുമായിട്ട് ഭയങ്കര സംസാരമായിരുന്നല്ലേ? ഒന്നുമില്ല എന്ന് പറയണം. അവിടെ എല്ലാം നോക്കുന്നുണ്ടായിരുന്നു രാജലക്ഷ്മി. ആ സേതു അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഭാഗ്യത്തിന് വന്നിട്ടില്ല. ആ സമയത്താണ് രാജലക്ഷ്മിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. രാജലക്ഷ്മി പതുക്കെ അങ്ങോട്ട് മാറിപ്പോവാണ്. ഇന്ദ്രനായിരുന്നു വിളിച്ച. എന്താ വിളിച്ചെന്ന് ചോദിക്കാം. അമ്മേ, അവിടെ ആ സേതു എങ്ങാനും വന്നിട്ടുണ്ടോ? ഇവിടെ സേതു ഒന്നും വന്നിട്ടില്ല. ഓ, രക്ഷപ്പെട്ടു. അപ്പൊ ഇനി എന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ഞാൻ വേഷം മാറി അങ്ങോട്ട് വരുന്നേന്ന് പറയാം. അതെ, വേഷം മാറുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാരണവശാലും നീ പിടിക്കപ്പെടല, അറിയാലോ. അതൊന്നും ഇല്ലമ്മേ. എന്നെ കണ്ട സാക്ഷാൽ ദൈവം തമ്പുരാന് പോലും ഇപ്പം മനസ്സിലാകത്തില്ല, പിന്നെയാണോ പെറ്റ തള്ളയ്ക്ക് പോലും മനസ്സിലാകത്തില്ല. അല്ലെ അമ്മ കണ്ടോളാൻ പറയണം. ശരി ശരി, ഞാൻ സമ്മതിച്ചു. ഒരു കാരണവശാലും ഇവിടെ വന്ന് ആ പല്ലവിയുടെ മുന്നിൽ വന്ന് നിന്ന് കൊടുത്തേക്കരുത്, അറിയാലോ. അവൾക്കാണെങ്കിൽ അട്ടയുടെ കണ്ണ, അവൾ എല്ലാവരും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയണം. ശരി, അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം. എന്നാ ശരി, ഫോൺ വെച്ചോ, അവൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി ഫോൺ വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണ്. ആ സമയം നാഗത്തറയില് കളവെഴുത്തും പാട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നിരഞ്ജന മാഡം സേതുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സേതുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കാം. സേതു പറഞ്ഞു, ഞാനിവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഇതുവരെ ആയിട്ടും അവൻ വന്നിട്ടില്ലാന്ന് തോന്നുന്നു. അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആൻ ടീച്ചർ അങ്ങോട്ട് പോയിട്ടുണ്ട്, എനിക്ക് സിഗ്നൽ തരുമെന്ന് പറയാം. പെട്ടെന്ന് നിരഞ്ജന മാഡം പറഞ്ഞു, ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടല്ല. ഇത്രയും നാളും പറ്റിച്ച നടന്നവന് അവൻ ഒരു കാരണവശാലും രക്ഷപ്പെടല്ല. ഇന്നത്തോടുകൂടി അവനെ കൈയോടെ പിടികൂടണം. സർപ്പക്കാവ, അതുകൊണ്ട് അവൻ അധികം അങ്ങനെ ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. കാടും ഇതൊക്കെ ആയതുകൊണ്ട് അവിടെ ഇട്ട് പിടികൂടാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. കാരണം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാൻ അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അവിടെ വെച്ചാണെങ്കിൽ അവനെ പിടികൂടി കൈയോടെ കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പൊ സേതു പറഞ്ഞു, ഇത്തവണ അവൻ വരുവാണെങ്കിൽ അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഉറപ്പായിട്ടും അവൻ വരുമെന്നാന്ന് തോന്നേ, അവൻ വരാതിരിക്കത്തില്ല. മാഡം വെച്ചോ, എന്തേലും ഇതുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാന്ന് പറയണം. അത് ഞങ്ങൾ എന്തായാലും സന്നദ്ധരായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, ഒരു പക്ഷെ അവൻ വരുവാണെങ്കിൽ അവനെ കൈയോടെ പിടികൂടാലോ എന്ന് പറയണം. ശരി മാഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. പിന്നീട് പൂജാരി കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യുവാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജാരി പറഞ്ഞു, അതെ, നാഗത്തറയിലേക്ക് ആരിലും ഇറങ്ങിയിരിക്കണം, കുടുംബക്കാരാലും ഇറങ്ങിയിരുന്നോളാൻ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് എല്ലാരും പരസ്പരം നോക്കുവാണ്. ഈ സമയം രാജലക്ഷ്മി പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്യ് പല്ലവി, നീ തന്നെ ഇരുന്നോളാൻ പറയണം. ഞാനോ? അതെ, നീ ഇരുന്നോളാൻ പറയണം. പല്ലവിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ളൂ പണി തന്നാന്ന്. കാരണം താൻ അവിടെ കയറി ഇരിക്കുവാണെങ്കിൽ പിന്നെ താൻ അവിടെ നനകത്തില്ലോ, അവിടെ തന്നെ ഇരിക്കത്തല്ലേ ഉള്ളൂ. പക്ഷെ ആന ടീച്ചറുടെ കയ്യിൽ ഇയർഫോണുള്ള കാര്യമൊന്നും ഈ പറയുന്ന അവർക്ക് അറിയത്തില്ല. സേതു കോള് വിളിച്ചോണ്ടിരിക്കുന്ന എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം ആന ടീച്ചറിന്റെ ഒരു മൂളലോ ഒരു ശബ്ദമോ മാത്രം മതി. ആ സെക്കൻഡ് സേതു വിവരങ്ങളൊക്കെ അറിയും. സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല, ഫോൺ എടുക്കേണ്ട കാര്യം പോലും ഇല്ല. പിന്നീട് പല്ലവി നാഗത്തറയിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ പാട്ട് തുടങ്ങി. പിന്നീട് പല്ലവി അവിടെ ഇരുന്ന് നാഗത്തറയിലിരുന്ന് പതുക്കി ഇങ്ങനെ ആടാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് രാജലക്ഷ്മി എല്ലാരും കൂടെ ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുവാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇന്ദ്രന്റെ വരവ്. ഇന്ദ്രൻ വെറുതെ അല്ല വരുന്നേ. ഇന്ദ്രൻ നന്നായിട്ട് വേഷമൊക്കെ മാറി ഒരു പ്രായമായ ഒരു അപ്പൂപ്പന്റെ വേഷത്തിലാണ് വരുന്നത്. ഒരു വടിയൊക്കെ കുത്തി നടക്കാൻ വയ്യാത്ത, കാരണം നോർമൽ സ്റ്റേജിലുള്ള വേഷത്തിൽ വന്നാലേ പെട്ടെന്ന് പിടികൂടുള്ളൂ. ഈ എഴുന്നേക്കാൻ വയ്യാത്തൊരവസ്ഥ വരുവാണെങ്കിൽ പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അങ്ങനെ വരുന്നത്.
അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ നാഗത്തറയിലിരുന്ന് ആടുന്ന പല്ലവീനെ കണ്ടേ. കുറെ സമയം ഇന്ദ്രൻ നോക്കിയിരുന്നു. ആ സമയത്ത് രാജലക്ഷ്മി ശ്രദ്ധിച്ചു ഇന്ദ്രനെ. ഇത് ഇനി ഇന്ദ്രൻ തന്നെ ആണോ എന്നൊരു സംശയം രാജലക്ഷ്മിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇത് അവൻ തന്നെയാന്ന് തോന്നേ. ഭാഗ്യത്തിന് അവൾക്കൊന്നും മനസ്സിലായിട്ടില്ലാന്ന് തോന്നേ. അങ്ങനെ പല്ലവി എവിടേക്ക് ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് പല്ലവിയെ ശ്രദ്ധിക്കുന്നത്. പല്ലവി ഇങ്ങനെ ആടുന്നുണ്ടെങ്കിലും ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു അവന് ഈ പരിസരത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. അവന്റെ മുഖം ഒറ്റ നോടത്ത് തന്നെ പല്ലവിക്ക് എത്ര വേഷം മാറിയാലും അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ പല്ലവി ആടിയിട്ട് നോക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ഇന്ദ്രൻ അവിടെ നിൽക്കുന്നത്. ശരിക്കും ഇന്ദ്രനെ പോലെ തന്നെയാള്. ഇന്ദ്രനാ, ഒരു മാറ്റവും ഇല്ല. പല്ലവിക്ക് കാര്യം മനസ്സിലായി. പതുക്കെ പല്ലവി ആടി ആടി അവിടുന്ന് അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റ് ആടി ആടി അങ്ങോട്ട് വരുവാണ്. ഇന്ദ്രന്റെ അടുത്തേക്ക് അങ്ങനെ വരുവാണ്. അപ്പോഴേക്കും ആനന്ദ് ടീച്ചർ അങ്ങോട്ടേക്ക് നോക്കി. ആനന്ദ് ടീച്ചറിന്റെ കാര്യം മനസ്സിലായി. അത് ഇന്ദ്രനാന്നുള്ള കാര്യം മനസ്സിലായി. പല്ലവി അങ്ങോട്ടേക്ക് ചെല്ലുന്ന കണ്ടപ്പോ തന്നെ കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ ആനന്ദ് ടീച്ചർ സേതുവിന് സിഗ്നൽ കൊടുക്കുവാണ്. ഇത് കേട്ട പാടി കേൾക്കാത്ത പോലെ സേതു അവിടുന്ന് പാഞ്ഞു വരുവാണ്. സേതു കുറച്ച് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സേതു വരുവാണ്. വന്നു കഴിയുമ്പോഴത്തേനും പല്ലവി എന്ത് ചെയ്യണം, പല്ലവി അവിടുന്ന് ചാടി എഴുന്നേറ്റ് നേരെ ഇന്ദ്രന്റെ അടുത്തേക്ക് എല്ലുവാണ്. ഇന്ദ്രൻ അവിടുന്ന് രക്ഷപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് സേതു ഓടി വന്നു. സേതു അവനെ പിടികൂടി. പിന്നെ അവനെ അവിടെ ഇട്ട് പഞ്ഞിക്കിടുവാണ്. അപ്പോഴേക്കും പോലീസും എല്ലാരും വന്നു. അങ്ങനെ എല്ലാരും കൂടി ഇന്ദ്രനെ പിടികൂടുവാണ്. രാജലക്ഷ്മിക്കോ ഈ പറയുന്ന വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പോലും പറ്റിയില്ല. കാരണം കൃത്യസമയത്ത് തന്നെ ആനന്ദ് ടീച്ചർ വിവരങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ അവനെ പിടികൂടിയത്. അവനൊരിക്കലും പ്രതീക്ഷ കാര്യമില്ല. അവൻ കുതിരയോടാനൊക്കെ ശ്രമിച്ചു. പക്ഷേങ്കില് ഒരു രക്ഷയുണ്ടല്ല. അങ്ങനെ അവനെ അങ്ങോട്ട് പോവാണ്. രാജലക്ഷ്മിക്ക് സഹിച്ചില്ല. രാജലക്ഷ്മി ഒന്ന് പല്ലവിയോട് ചോദിച്ചു, എനിക്കറിയായിരുന്നില്ലേ നീ ഇതിനു വേണ്ടിയായിരുന്നില്ലേ എന്റെ മോനെ പിടികൂടാൻ വേണ്ടിയിട്ടായിരുന്നല്ലേ എന്ന് ചോദിക്കണം. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ ഹണ്ടിങ് തുടങ്ങിയെന്നുള്ള കാര്യം? വേട്ടക്കാരൻ അങ്ങനെ പതുങ്ങിയിരിക്കും. അവസാനമാണ് പിടികൂടുള്ളൂ. ഓർക്കും ഓ വേട്ടയൊക്കെ അവസാനിപ്പിച്ചെന്ന് കരുതിയിരിക്കും. ആ സമയത്ത് ആ പിടികൊടുത്തുള്ളൂ. ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കുകയാണ്. രാജലക്ഷ്മിക്ക് ഇതിൽ പരം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എല്ലാ പ്രതീക്ഷകളും തറന്നുപോയി. അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. നാളെ വക്കീലിനെ കൊണ്ട് എഴുതി മേടിപ്പിക്കുക. ഇനി അവൾ ഡിവോഴ്സിന് പോകത്തില്ല. അങ്ങനെയൊക്കെ ഓർത്തിരുന്ന കൃത്യസമയത്ത് ഇന്ദ്രൻ വരികയും ചെയ്തു, പിടികൂടുകയും ചെയ്തു. രാജലക്ഷ്മി അല്ലറി കളഞ്ഞോണ്ട് പുറകെ പോവാണ്. എന്റെ മോനെ വിടണം, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞോണ്ട്. പക്ഷെ നിരഞ്ജന മാഡത്തിന്റെ കയ്യിലേക്ക് ഇട്ടേ വിടാൻ പോകുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഇന്ദ്രൻ ഇത്ര വലിയ കുരുട്ടുബുദ്ധിയും കാണിച്ചിട്ട് ഇത്രയും ദിവസം മുങ്ങി നടക്കുക, ആ മരണപ്പെട്ടെന്നും പറഞ്ഞോണ്ട്. പിന്നീട് പല്ലവീനെയും കൂട്ടിക്കൊണ്ട് സേതു അങ്ങോട്ട് പോകുമ്പോഴത്തേനും ആനന്ദ് ടീച്ചറും കൂടെ അങ്ങോട്ട് വന്നു. ആനന്ദ് ടീച്ചറിനോട് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, ടീച്ചറും കൂടി ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ അവനെ പിടികൂടാൻ പറ്റിയെന്ന് പറയണം. ആനന്ദ് ടീച്ചർ പറഞ്ഞു, അല്ലെങ്കിലും അവനെപ്പോലെ ഒരു ദുഷ്ടന്, ഇത്രമാത്രം ദുഷ്ടത്തരം ചെയ്യുന്ന ഒരാളുടെ കൂടെ ഒരിക്കലും പല്ലവിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല. എങ്ങനെ ജീവിക്കാനാന്ന് പറ? ഇവനെപ്പോലെ ഒരു അസുരം എത്തല്ലേ? അവനെ പിടികൊണ്ട് എന്റെ കൂടെ ആവശ്യമായിരുന്നു. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ അവനാണ്. കാരണം ഇത്രയും വലിയ നാടകം കളിച്ചിട്ട് ഒരു സ്ത്രീയെ അവൻ ഇത്ര ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് അവനെ പിടികൂടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ മൂക്കുന്നുമ്പലത്തൂടെ അവൻ വെലസ് നടക്കും. എല്ലാവരും ചോദിക്കുകയാണ്. അങ്ങനെ സന്തോഷത്തോടെ സേതുവും പല്ലവിയും കൂടെ അങ്ങ് പോവാണ്. കാരണം ഇനിയിപ്പം സേതുവിനും പല്ലവിക്കും പേടിക്കണ്ട, അച്ഛൻ്റെ കല്യാണത്തിന് പങ്കെടുക്കുകയും ചെയ്യാം. കാരണം ഇന്ദ്രനെ പിടികൂടി. പ്രതാപനുമായിട്ടൊരു ബെറ്റുണ്ടായിരുന്നു ഇന്ദ്രനെ പിടികൂടുന്ന കാര്യത്തില്. ഇന്ദ്രനെ പിടികൂടാൻ പറ്റിയില്ലെങ്കിൽ കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്നൊക്കെ പ്രതാപൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ ആ ഒരു പ്രശ്നം അങ്ങോട്ട് മാറി കിട്ടുവാണ്. അങ്ങനെ അവര് വീട്ടിലേക്ക് പോവാം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഇനി എന്തായി തീരും, എങ്ങനെ തീരുമെന്നും അറിയത്തില്ല. ഇന്ദ്രൻ മനോരോഗമാണെന്നുള്ള കാര്യം പല്ലവിക്കിനെ തെളിയിക്കണം. എങ്കിൽ മാത്രമേ ഡിവോഴ്സ് ഒക്കെ കിട്ടത്തുള്ളൂ. ഡിവോഴ്സ് കിട്ടിയാൽ മാത്രമേ സേതുവിന് പല്ലവിക്ക് ഒന്നാകാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ഒരു കാര്യം എന്താണ്, നിഖിലുമായിട്ടുള്ള കല്യാണം നടക്കില്ല. അച്ഛൻ്റെ കല്യാണം നടക്കാൻ പോകുന്നത് ശ്രീഹരിയായിട്ടാണ്. അത് നമ്മള് കഴിഞ്ഞ പ്രമോ വിശേഷത്തിലൊക്കെ കണ്ടായിരുന്നു. കല്യാണ മേളത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്. ശ്രീഹരിയും അച്ഛനും കൂടെ കല്യാണ വേഷത്തിൽ രണ്ടുപേരും കൂടെ പാട്ടുപാടി തകർക്കുന്നത്. അപ്പൊ അതായിരിക്കും നമ്മളിനി കാണാനായിട്ടൊക്കെ പോകുന്നത്. അപ്പൊ അതിൻ്റെതായ വിശേഷങ്ങളൊക്കെ എല്ലാം നമുക്ക് കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.